നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എത്ര നന്നായി പെരുമാറിയാലും ചിലർ നമ്മെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മെ അവഗണിക്കുകയും നിരസിക്കുകയും ചെയ്യും. അവർ കാരണമില്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും. സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രായോഗികമായി എങ്ങനെ പെരുമാറണം എന്നതാണ് പ്രധാനം. മനസ്സിലാക്കേണ്ടത് ദേഷ്യം എന്നത് ആ വ്യക്തിയുടെ മനസ്സിലെ അസന്തോഷത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നത് അവരുടെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമാണോ എന്ന് ആദ്യം തിരിച്ചറിയുക. പലപ്പോഴും അവർക്കെതിരെ പ്രതികരിക്കുന്നതിന് പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവര് അങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഭാവമാണ് അവർക്ക് മനസ്സിലൊരു സുഖം കിട്ടാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. വ്യക്തികളോട് നമ്മൾ സഹാനുഭൂതിയോടെ സമീപിക്കുക. അങ്ങനെ അവരിൽ നിന്ന് വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കാതെ നിയന്ത്രിക്കുക. എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. വാക്കുകളും പ്രവർത്തികളും നമ്മുടെ ബോധവൽക്കരണത്തെ പ്രതിഫലിപ്പിക്കണം. നമ്മുടെ ഭാഗത്താണെന്ന് നമുക്ക് ഉറപ്പുള്ള പക്ഷം കാലം അത് തെളിയിക്കും. നമ്മൾ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ മറുപടി പറയേണ്ടത് വളരെ ക്ഷമയോടെയാണ്. പെട്ടാലേ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ അതിനൊരു കാരണമാണ്. പകരം നമ്മുടേതായ മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. വിലമതിക്കുന്നവര് നമ്മോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ശാന്തത നമ്മുടെ ശക്തിയാണ്. കുറ്റപ്പെടുത്തുന്നത് അവന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള അടയാളമായിരിക്കും. വാക്കുകള് അവന്റെ അകത്തെ അസംതൃപ്തിയുടെ പ്രതിഫലനം മാത്രമാണ്. വാക്കുകള് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാനാകില്ല. നമ്മുടെ മാന്യത മറ്റുള്ളവരുടെ പ്രതികരണത്താൽ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നല്ല. ഇതില് കരുണയുണ്ടാവട്ടെ. നമുക്ക് ക്ഷമയും സഹനവും നിറയട്ടെ. നമ്മുടെ മനസ്സിൽ കിടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാല് നമ്മൾ വിജയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികതയും മാന്യതയും പുലർത്തുക. അതിനെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ പരിശീലനം നടത്തുക. അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ തൃപ്തി നമുക്ക് വിജയം നൽകും. ഉള്ളിലെ ശാന്തതയ്ക്കാണ് പ്രാധാന്യം. നമ്മുടെ വില നമ്മളാണ് നിർണ്ണയിക്കുന്നത്. നാം അന്ന് കാണിച്ചു കൊടുത്ത മാന്യത ഭാവിയിൽ അവർക്ക് ഓർമ്മ വരും. ഇതില് കരുണയും മനോഹാരിതയും നിറയട്ടെ. താങ്ക് യു.